കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്തമുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി പ്രഭാതത്തിൽ ഈശോയെ സ്തുതിച്ചാരാധിക്കാം. ഹാലലൂയ 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 ഹാലലൂയ. മഹത്വം മഹത്വം. ഈശോയെ നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല സമൂഹത്തോടൊപ്പം പരിശുദ്ധ ദൈവമാതാവിനൊപ്പം പ്രാർത്ഥിച്ച ആദിമ സഭയിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ, ജ്ഞാനം നൽകിയതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും ആത്മാവിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പന്തക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് മുട്ടുമേലായിരിക്കാം. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി
എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരുടെ കാലത്തും അവർ ജനങ്ങളോട് ദൈവാനുഭവത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൊരു കാര്യം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയ വചനങ്ങളെയും ഞങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ട വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഇപ്പം എല്ലാ കാലങ്ങളിലും ഇപ്പോൾ ഉടമ്പടി ധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം പ്യുവറായിട്ട് വചനാധിഷ്ഠിതമാണത്. പ്യുവർ വചനാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ വചനത്തിൽ വേരൂന്നി വളർന്നു വരാൻ വചനത്തോട് ആഭിമുഖ്യമുള്ള കുറേ അഭിഷേകമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ കഥകളൊക്കെ കേട്ട് ചിരിച്ചും കോമഡി പറഞ്ഞുമൊക്കെ ഉള്ള പ്രസംഗങ്ങളുണ്ട്. അങ്ങനെ മാത്രം കേട്ട് വന്നിട്ടുള്ളവർക്ക് ഉടമ്പടി ധ്യാനം ചില സമയത്ത് ഉറങ്ങാൻ സാധ്യതയുണ്ട്. എൻ്റെ രീതി അതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ മണിക്കൂറും ഭയങ്കര വിലപ്പെട്ടതാണ്. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തരുന്ന ഓരോ മണിക്കൂറും, ആ മണിക്കൂറുകളൊക്കെ എന്തുമാത്രം ദൈവത്തെ അറിയാനും ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയുള്ള ഒരു ത്വര. വെദർ യു ഹാവ് ടേക്കൺ ദ കവനൻ്റ് ഓർ നോട്ട്, നിങ്ങളെ ഉടമ്പടി എടുത്തിട്ടുണ്ടോ അല്ലയോ അല്ല പ്രശ്നം. ഉടമ്പടി എടുത്താലും ഇല്ലെങ്കിലും ദൈവത്തെ അറിയണമെന്ന്, ദൈവത്തിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ ജീവിതയാത്ര നടത്തണം എന്നൊക്കെ നമുക്ക് ഒരു മനസ്സിലൊരു സ്നേഹം തോന്നണം. ഇപ്പം നമ്മൾ ചിലരൊക്കെ ചെയ്യണത് ദൈവത്തിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തുടർച്ച ഉദ്ദേശിക്കണില്ല. അവർക്കൊരു ഇഷ്യൂ ബേസ്ഡ് ആണ്. ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിനെ ഒന്ന് നമുക്ക് തന്നെത്താൻ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊരു സൂപ്പർ പവറിനെ കൂടി അവലംബിച്ച് ദൈവത്തിനെ ആ വിഷയം കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിനെ പതുക്കെ ന്യൂട്രലായിട്ട് മാറ്റും. അതാണ് നമുക്ക് സൗകര്യം. എന്നിട്ട് നമ്മൾ നമ്മളുടെ വഴികളിലൂടെ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കളങ്കമായി പോകും. ദൈവമായിട്ടുള്ള റിലേഷൻസ് കളങ്കമാണ്. ഇപ്പം നിങ്ങളൊരു വിഷയമുണ്ടായി, ആ വിഷയത്തിന് നമ്മൾ എക്സ്ട്രാ എനർജി അതിൻ്റെ അകത്ത് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തിനെ പ്രത്യേക വിഷയമായിട്ട് ദൈവമായിട്ട് ഇടപെട്ട് ദൈവത്തിൻ്റെ പേരിൽ കുറച്ച് നാൾ ദൈവമായിട്ടങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവമായിട്ടൊരു ധാരണയിലെത്തി അങ്ങനെ ജീവിച്ചു പോകും. നമ്മളെ ആ ഒരു ഡിഫിക്കൽട്ട് ടൈം, ആ പ്രയാസമായ സമയം കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമ്മുടെ വഴിക്ക് പോകും. ഇതിൻ്റെ അകത്തൊരു കളങ്കമുണ്ട്. ശരിക്കും കളങ്കം. ഇങ്ങനെ കളങ്കിതരായി കഴിഞ്ഞാൽ ദൈവം നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളെയും കളങ്കമായിട്ട് കാണത്തുള്ളൂ.
എന്തിനാണ് നമ്മൾ ഈ ഉടമ്പടി ധ്യാനം എപ്പോഴും കൂടണതിൻ്റെ കാരണം? ഞാൻ കുറേ ഉടമ്പടി ധ്യാനം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ഉടമ്പടി ധ്യാനവും പ്രത്യേകം ദൈവമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളെയാണ് പറയണത്. വളരെ അപൂർവം, ഒരിക്കലും അങ്ങനെ ഉടമ്പടി ധ്യാനം ഇപ്പോൾ 500 ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് തമ്മിൽ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ബന്ധമുണ്ടെന്നല്ലാതെ സെയിം ഒരിക്കലും വരത്തില്ല. അതിൻ്റെ കാരണം ഉടമ്പടി ഒരു നമ്മളിങ്ങനെ നോട്ട് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യണ ഒരു ധ്യാനമല്ല. അത് കുറേ ഇങ്ങനെ ജനങ്ങളിൽ ഓരോ ദിവസങ്ങളും ദൈവം ഇടപെടും. അപ്പം ഞാൻ നല്ലവണ്ണം നിരീക്ഷിക്കും. അത് ഓരോ മനുഷ്യരിൽ ദൈവം ഇടപെടുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും അവരുടെ സാക്ഷ്യങ്ങൾ. ആ സാക്ഷ്യങ്ങളിൽ എങ്ങനെയാണ് ദൈവം ഇടപെട്ടതെന്ന് നോക്കും. എന്നിട്ട് പിന്നീട് എന്തുകൊണ്ടാണ് ആ വ്യക്തിയിൽ ദൈവം ഇടപെട്ടത്, എങ്ങനെയാണ് ദൈവം ഇടപെട്ടത്, എന്തുകൊണ്ട് ഇടപെട്ടു, ഇതെല്ലാം ഇങ്ങനെ നമ്മൾ നിരീക്ഷിക്കും. അപ്പോൾ ഉടമ്പടിയുടെ ഏത് കണ്ടൻ്റാണ് അവിടെ ഹൈലൈറ്റ് ആയിരുന്നത് അത് നോക്കും. എന്നിട്ട് അടുത്ത ധ്യാനം വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടുത്തും. ഇന്ന കാര്യങ്ങൾ, ഇന്ന സാക്ഷ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ആഴ്ചയിൽ. അതിൽ ഇന്ന വിഷയങ്ങളാണ് ആ സാക്ഷ്യത്തിൽ സംഭവിച്ചത്. അത് അവർ ഇന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടിയത്. അത് നമുക്ക് അനുവർത്തിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ ധ്യാനത്തിൽ നിങ്ങളോട് പറയും. അങ്ങനെ ഇപ്പോൾ വളരെ റിച്ചായിരിക്കുകയാണ് ഈ ഉടമ്പടി ലിറ്ററേച്ചർ, ഭയങ്കര റിച്ചായി. അല്ല പിന്നെ 500 ധ്യാനം എന്ന് പറയുമ്പോൾ ഒരു 5 പുസ്തകങ്ങൾ എഴുതാണ്ട്, 10 പുസ്തകം എഴുതാനുള്ള വിജ്ഞാനം, ഉടമ്പടി പ്രബുദ്ധത വരാനുള്ള ഓൾറെഡി മാറ്റർ ഡെലിവർ ആയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ നമ്മൾ കണ്ട ഒരു സാക്ഷ്യം എന്ന് പറയണത് ഒരു രാജേഷിൻ്റെ സാക്ഷ്യമാണ്. രാജേഷിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, കർത്താവിൻ്റെ ഒരു പ്രബോധനത്തിൽ ഈശോയ്ക്ക് പറഞ്ഞ്, നിങ്ങളൊരു ഗോപുരം പണിയാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ അടങ്കരം സം ടോട്ടലായിട്ടുള്ളത് നിങ്ങൾ എത്ര രൂപ ചിലവ് വരും ടോട്ടല് അത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ വീട് പൂർത്തിയാക്കാൻ പറ്റാതെ വന്നാൽ നാട്ടുകാരെ നിങ്ങളെ കളിയാക്കും. അങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷമാണ് 14:28-29. ഒന്ന് വായിച്ചേ. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ, ഗോപുരം പണിയാൻ അത് പറഞ്ഞേ. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചിലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. ഉടമ്പടി എടുത്തവർക്ക് ഒരു ആക്ഷേപം സാധ്യമായിട്ടും ചിലർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം എന്തെങ്കിലും ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റത്തില്ല. ചിലർക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അവരെ ആദ്യത്തെ ആവേശത്തിന് കയറി കൊളുത്തിയതാണ്. പക്ഷെ അത് പൂർത്തിയാക്കാനുള്ള ആസ്തി അവിടെ കാണത്തില്ല. അത് പൂർത്തിയാക്കണമെങ്കിൽ ആസ്തി നമ്മൾക്ക് എന്തുമാത്രം ആസ്തി വേണമെന്നുള്ളതാണ് ഞാൻ ഇടയ്ക്ക് പറയണത്. ഈ രാജേഷിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പറയുന്ന രീതിയിലൊന്നും രാജേഷിനെ കൊള്ളിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈശോ എന്താ പറയണത്? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ദൈവമായിട്ടായാലും ഒരു ബിൽഡപ്പ്, ദൈവമായിട്ടാണെങ്കിൽ ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആസ്തി ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ഇല്ലെങ്കിൽ ആ പണിക്ക് അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? നമുക്ക് ദൈവമായിട്ടൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ, ഒരു ബന്ധം ഉണ്ടാക്കാൻ തന്നെ നോക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതികമായ സാഹചര്യം നമുക്കുണ്ടോ, അല്ലെങ്കിൽ ആധ്യാത്മിക സാഹചര്യം നമുക്കുണ്ടോ എന്ന് നമ്മൾ തന്നെ, ചിലർ ഇങ്ങനെ എടുത്താൽ പൂർത്തിയാക്കാൻ പറ്റുമോ, പത്രം കൊടുക്കാൻ പറ്റുമോ, എല്ലാപ്പോഴും ഇങ്ങനെ അനാഥാലയത്തിൽ പോയി ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെ കുറേ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ തന്നെ കുറേ ദിവസം എന്നിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് അവസാനം പറ്റിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇല്ലേ? കുറേ കാര്യം അങ്ങോട്ടിട്ട് മനസ്സിലിട്ട് പേറ്റിയും ഒക്കെ എടുത്തിട്ട് അവസാനം ചെയ്യാം എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത് നിങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വെച്ചാൽ ഇപ്പോൾ ഈശോ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആസ്തി ഇല്ലെങ്കിൽ ഇത് ചെയ്യരുതെന്നുള്ളതാണ് ഈശോയുടെ ഐഡിയ. ആസ്തി ഇല്ലെങ്കിൽ ഇപ്പോൾ ഈശോ ഈ പുനരുദ്ധാനത്തിൻ്റെ ആർഭാടങ്ങളെന്നും പറഞ്ഞൊരു സംഭവം. പുനരുദ്ധാനത്തിൻ്റെ ആർഭാടങ്ങൾ, പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ ഈശോ പുനരുദ്ധാനം ചെയ്ത് കഴിയുമ്പോൾ പണ്ട് എഴുതി വച്ചിരുന്നതൊക്കെ പല അളവ് പാത്രങ്ങളും കൊള്ളാതെ വരും. ഇപ്പം നമുക്ക് ഈ വീടുകളിൽ റേഷൻ കടയിൽ പോയിട്ട്, ഞാൻ പണ്ട് റേഷൻ കടയിൽ പോയിട്ടുള്ള ആളാണ്, എത്രയോ വർഷം, 5ാം ക്ലാസ് ഒരു 10ാം ക്ലാസ് ഒരു റേഷൻ കടയിൽ പോകും. ഈ റേഷൻ കടയിൽ പോലും അമ്മച്ചിക്കൊരു പരിപാടിയുണ്ട്, അമ്മച്ചിക്കൊരു നാഴിയുണ്ട്. ഈ അന്നത്തെ നിക്കലിൻ്റെ തകരത്തിൻ്റെ ഒരു നാഴിയുണ്ട്. അവിടെ നിന്ന് അരി വാങ്ങിച്ചുകൊണ്ട് വന്നാലും അമ്മച്ചി രണ്ടാമത് അളന്ന് നോക്കും. അത് അന്നത്തെ കാലത്തെ ആൾക്കാരുടെ രീതിയാണത്. ഇപ്പോഴും അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് ആൾക്കാർ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചാലും വീട്ടിൽ കൊണ്ടുവന്നതെല്ലാം നോക്കും, ആ കത്തിന് സാധനം കിട്ടിയില്ലെന്ന് നോക്കും. ഇതുപോലെ തന്നെ പക്ഷേ ഇത് ഈശോയുടെ പുനരുത്ഥാനത്തിന് മുമ്പ് ഇങ്ങനെ അളന്നും തൂക്കിയൊക്കെയാണ് ഈ കാര്യങ്ങൾ. നമുക്ക് ദൈവത്തിൽ നിന്നൊക്കെ ഒരു അനുഗ്രഹം കിട്ടണത് ഇതുപോലെ നിങ്ങൾ അളന്നാണ് കിട്ടണമെന്നാണ് ഈശോ പറയണത്. അളന്ന് പുനരുദ്ധാനത്തിൻ്റെ ആർഭാടം എന്ന് പറയണത് അളക്കാതെ കിട്ടണതിന് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. കാര്യം ഓൾറെഡി ഈശോ എല്ലാത്തിനും പേയ്മെൻറ്റ് നടത്തി, എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അതാണ് പുനരുദ്ധാനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഓൾറെഡി മനുഷ്യരാശി ഈശോയുടെ കാലം വരെ ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങൾക്കും ഈശോ തൻ്റെ ജീവിതം കൊണ്ടും സഹനം കൊണ്ടും കുരിശിലുള്ള മരണം കൊണ്ടും പാപത്തിൻ്റെ ശിക്ഷ സ്വയം നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങിച്ചിട്ട് അവൻ ദൈവമായിരുന്നിട്ട് പോലും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി തന്നെ താഴ്ത്തി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? അതിനാൽ ഇങ്ങനെ താഴ്ത്തിയത് കൊണ്ടും ഈ സഹനം കൊണ്ടും ഈ മരണം കൊണ്ടും ഈ പാപത്തിൻ്റെ ശിക്ഷ സ്വയമായി ഏറ്റെടുപ്പ് കൊണ്ടും അതിനാൽ എന്ത് ചെയ്ത് ദൈവം അവനെ അത്യധികം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഇനി എന്താ സംഭവം? ആ പുനരുത്ഥാനത്തിൻ്റെ ആർഭാടങ്ങളെന്ന് പറയണത് ദൈവം അവനെ അത്യധികം ഉയർത്തി. പിന്നെ എന്താണ്? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. ഇനിയില്ല മനുഷ്യൻ്റെ നിത്യരക്ഷ വരെ ഈ നാമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ നാമത്തെ മനുഷ്യൻ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് മനുഷ്യൻ സ്വീകരിച്ച് നിത്യരക്ഷ വരെ സ്വയത്തമാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരോട് ഈശോ പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ, മർക്കോസ് 16:15 എടുത്ത് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അടുത്ത വചനം എന്താണ്? വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഇവിടെ വരുന്നൊരു വിഷയം വെച്ചാൽ ഇനി ഈശോനെ സ്വീകരിക്കുന്നവർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല ലഭിക്കുന്നത്, പിന്നെന്താണ്? നിത്യരക്ഷ വരെ മരിക്കാത്ത ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള കൃപാവര യുഗം ഈശോ അതിൻ്റെ ഒരു നമ്മുടെ അണക്കെട്ടിൻ്റെ ചീപ്പ് തുറക്കത്തില്ലേ, അപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടാകണ പോലെ കൃപയുടെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഇനി അളക്കത്തില്ല. വെള്ളച്ചാട്ടത്തിനൊക്കെ എന്ത് നാഴി വെച്ചാൽ അളക്കണത്? അളക്കത്തില്ല. പുനരുദ്ധാനത്തിൻ്റെ ആർഭാടം എന്ന് പറഞ്ഞ അളവില്ലാത്ത കൃപയാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അളവില്ലാത്ത കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന പിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു.
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി ദൈവത്തെ അളവില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ്. ചില ആൾക്കാർക്കൊരു കുഴപ്പം എന്താണെന്ന് പറയാം, വളരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇവർ ഈ അളവിൻ്റെ ആൾക്കാരാണ്. എല്ലാം അളന്നേ ദൈവത്തിനും കൊടുക്കത്തുള്ളൂ. കണക്കപ്പള്ള ക്രിസ്ത്യാനി എന്ന് പറയും, അങ്ങനെ ഒരു കുടുംബക്കാരുണ്ട്. വിശ്വാസികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു കുടുംബക്കാരുണ്ട്, കണക്കപ്പള്ള ക്രിസ്ത്യാനി എന്ന് പറയും. എന്താ വെച്ചാൽ ഇപ്പോൾ നോൻപ് കാലം കഴിഞ്ഞ് അല്ലേ, ഇപ്പം നമ്മൾ പള്ളിയിൽ പോയി സന്ധ്യക്ക് വീട്ടിൽ കയറി വന്ന്, അപ്പോൾ അവരെന്താ പറയണേ, ഇനി കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിലും ആയി. എന്താ, പള്ളി കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നു. പള്ളി നടത്തിയ കുരിശിൻ്റെ വഴി കൂടിയ കാരണം കുടുംബ പ്രാർത്ഥന തട്ടിക്കഴിച്ചിരിക്കുകയാണ് എൻ്റെ. അതാണ് കണക്കപ്പള്ള ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ശരിയാണ് ഈ സംഭവം. അപ്പോഴെന്താ വിഷയം എന്ന് പറയണത്, നീ വിശ്വാസം കൈമാറുന്നില്ല. അവിടെ രണ്ടെണ്ണം മകനും അപ്പനും കിടപ്പുണ്ടേ അവിടെ, അവരിനെ റീൽസും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ കുരിശിൻ്റെ വഴിയും കഴിഞ്ഞ് വരുമ്പോഴേ അവർക്ക് കുടുംബ പ്രാർത്ഥന കൂടാനുള്ള ഒരു അവസരം കൂടി ഈ കുരിശിൻ്റെ വഴി കൂട്ടിയ കണക്കപ്പള്ള ക്രിസ്ത്യാനി അതിൻ്റെ വാതിലടച്ച് കളയും. അപ്പം നിങ്ങൾ അളന്നാണ് ദൈവത്തിന് കൊടുക്കണത്. അളന്ന് കൊടുക്കുന്ന ആളായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടാൽ ഈ വലയിലകപ്പെട്ട പാമ്പിനെ, മൂർഖനാണെങ്കിലും വലയിലകപ്പെട്ടത് തന്നെയാണ്. അതാണ് വിഷയം. അതായത് നമ്മൾ ദൈവത്തിൻ്റെ, എൻ്റെ മക്കളെ ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളോട് സംസാരിക്കുകയാണ്, ദൈവത്തോട് ഒരിക്കലും അളക്കരുത്. ഇപ്പം ഞാൻ പള്ളി കുരിശിൻ്റെ വഴി നടത്തിയതല്ലേ, അപ്പോൾ ഇന്ന് കുടുംബ പ്രാർത്ഥന ഇപ്പോൾ ഇതില്ല ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. കുരിശിൻ്റെ വഴിക്ക് കിട്ടിയ കൃപ കൊണ്ട് കുടുംബ പ്രാർത്ഥന തട്ടിക്കഴിക്കും. അപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്, വീട്ടിൽ അപ്പനുണ്ട്, മകനുണ്ട്, അവർക്ക് കൂടി കുടുംബ പ്രാർത്ഥന കൂടാനുള്ള അവസരത്തിൻ്റെ വാതിൽ നിൻ്റെ വിശുദ്ധി കൊണ്ട് നീ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് കണക്കപ്പള്ള ക്രിസ്ത്യാനിയാണ്. ഇനി നീയാണ് ഇപ്പോൾ ദൈവതിരുസന്നിധിയെ വന്നിട്ട്, എൻ്റെ കർത്താവേ മകൻ്റെ വിസ ഒന്ന് പുതുക്കി തന്നെയെന്ന് പറയുമ്പോൾ നിൻ്റെ പേര് എലിസബത്താണെന്ന് വിചാരിച്ചു. അപ്പോൾ നിൻ്റെ പ്രശ്നം എന്താ വെച്ചിരിക്കണത്, വിസ മകന് പുതുക്കി തന്നില്ലെങ്കിൽ അവൻ നേരെ ഇങ്ങോട്ട് പോരും. 30 ലക്ഷം മുടക്കാണ് അവനെ വിട്ടിരിക്കുന്നത്. നമുക്കിതുവരെക്കും അവൻ പഠിച്ച് നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവൾ പഠിച്ച് നടക്കുകയായിരുന്നു, നമുക്കിതുവരെക്കും ഒന്നും ആ പൈസ അടക്കാൻ ഒത്തിയിട്ടില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഒരു സങ്കടപ്പെട്ട് കർത്താവിന് മുമ്പ് നമ്മൾ നിൽക്കുകയാണ്, കർത്താവേ വിസ പുതുക്കി തന്നെ എന്ന് പറയുമ്പോൾ കർത്താവ് പേര് വായിക്കുമ്പോൾ എലിസബത്ത്, കണക്കപ്പള്ള എലിസബത്ത്, കണക്കപ്പള്ളേ, അതാണ് പ്രശ്നം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കർത്താവ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ തന്നെ, എലിസബത്തിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ എന്താ കണക്കപ്പിള്ള എന്ന് എഴുതിയിട്ടുണ്ടാവും. കണക്കപ്പിള്ള എലിസബത്ത് പോരെ, ഏത് കാലത്ത് ഗതി പിടിക്കാനാണ്? എൻ്റെ മക്കൾ ഇത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ അടുത്ത് കണക്കൊക്കെ പറഞ്ഞാൽ ഈശോ ഒരു വാക്ക് പറഞ്ഞേ നമ്മൾ ചതിക്കുഴിയിലാക്കിയിരിക്കുകയാണ്. ഈശോയുടെ വാക്കിൻ്റെ അടുത്തെല്ലാം പരിശുദ്ധാത്മാവിന് താക്കോലില്ലെങ്കിൽ ഈ സംഭവം തുറന്ന് കിട്ടത്തില്ല. മലയാളം ബൈബിളല്ലേ, എനിക്ക് മലയാളം MA ആണെന്നൊരു കാര്യമില്ല. ഞാൻ മലയാളം MA ആണ്, ഇത് മലയാളം ബൈബിളല്ലേ, മലയാളം വായിച്ചാൽ മനസ്സിലാകാതെ. പക്ഷേ ഈ കർത്താവിനൊരു കുഴപ്പമുണ്ട്, ദൈവവചനത്തിനുള്ള കുഴപ്പമുള്ളത്, ദൈവവചനം പരിശുദ്ധാത്മാവാണ് എഴുതിയിരിക്കുന്നത്. ഈ അണ്ണന്മാർ അപ്പോസ്തലന്മാർക്ക് ചോക്ക് മാത്രമാണ്, അധ്യാപകൻ പരിശുദ്ധാത്മാവാണ്. ആ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ തന്നെ റീഡ് ചെയ്യേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ താക്കോല് പരിശുദ്ധാത്മാവിൻ്റെ താക്കോലുണ്ടെങ്കിലാണ് ഇതിന് അർത്ഥം നമുക്ക് വായിച്ചാൽ മനസ്സിലാകും, അർത്ഥം മനസ്സിലാകത്തില്ല. അപ്പം ഞാനൊരു വാക്ക് നിങ്ങളോട് പറയട്ടെ, വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും, പക്ഷേ അർത്ഥം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എപ്പോഴും, ഇനിയിപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന് ഒരുങ്ങുകയല്ലേ, 50-ാം തിരുനാളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഭ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അച്ഛൻ സംസാരിക്കാൻ തുടങ്ങിയിരിക്കണം. നിങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കിട്ടുന്ന ലിറ്ററേച്ചറുകൾ നോക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം. കാര്യം വചനങ്ങളെല്ലാം ഈശോനെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ്, അല്ലാതെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈശോനെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിൽ വചനം മനസ്സിലാക്കുന്നതും ബൗദ്ധികമായ മനസ്സിലാക്കുന്നതും തമ്മിൽ സാങ്കേതികവും പ്രായോഗികവുമായ വ്യത്യാസങ്ങളുണ്ട്.